പ്രണയത്തിന് കണ്ണും മൂക്കുമൊന്നുമില്ലെന്ന് പലപ്പോഴും പറയാറുണ്ട്. ആണിന് പെണ്ണിനോടും തിരിച്ചും, മാത്രമല്ല ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തന്നെ പരസ്പരമുള്ള പ്രണയം വെളിപ്പെടുത്തുന്നതുമൊക്കെ ഇന്ന് സർവ്വസാധാരണമായ കാഴ്ചയാണ്. എന്നാൽ ഒരു ഡോൾഫിനുമായി താൻ 9 മാസത്തോളം പ്രണയത്തിലായിരുന്നുവെന്ന ഒരാളുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഒരു കുറിപ്പിലൂടെയാണ് അദ്ദേഹം തൻ്റെ വിചിത്രമായ പ്രണയത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത്. തൻ്റെ 20കളുടെ തുടക്കത്തിൽ താൻ ഒരു ഡോൾഫിനുമായി പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ ദൗർഭാഗ്യവശാൽ 9 മാസത്തിനു ശേഷം തങ്ങൾക്ക് പിരിയേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഡോളി എന്ന് പേരിട്ടിരുന്ന ഡോൾഫിനുമായി ബന്ധം പിരിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം അവസാനിക്കുന്നത് പോലെ അനുഭവപ്പെട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമജീവിതം നയിക്കുന്ന മാൽക്കം എന്നയാളാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഡോളിയുടെ മരണശേഷം തനിക്ക് കടുത്ത വിഷാദരോഗം പിടിപെട്ടെന്നും മാൽക്കം പറഞ്ഞു. ഏകദേശം 5 വർഷത്തോളം വിഷാദരോഗം തന്നെ പിടിമുറക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. 1970കളിലാണ് ഒരു ബോട്ടിൽ നോസ് ഡോൾഫിനുമായി മാൽക്കം പ്രണയം ആരംഭിച്ചത്. ഒരു തീം പാർക്കിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഡോൾഫിനുമായി പ്രണയത്തിലാകുന്ന യുവാവിൻ്റെ കഥ വിവരിക്കുന്ന വെറ്റ് ഗോഡസ് എന്ന നോവലും മാൽക്കം രചിച്ചിട്ടുണ്ട്. അതേസമയം ഈ നോവൽ തൻ്റെ തന്നെ കഥയാണെന്നും തൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് അതിൽ വിവരിച്ചിരിക്കുന്നതെന്നും മാൽക്കം തുറന്നു പറഞ്ഞിരിക്കുകയാണിപ്പോൾ. തൻ്റെ ഈ കൃതി ഡോൾഫിനുകൾക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിരുന്നു മാൽക്കം. അദ്ദേഹം താമസിച്ചിരുന്ന സാരസോട്ട, ഫ്ലോറിഡയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഒരു തീം പാർക്കിൽ ഫോട്ടോയെടുക്കാൻ എത്തിയപ്പോഴാണ് ഡോളിയെ പരിചയപ്പെടുന്നത്. അവിടെ നീന്തുന്നതിനിടെ ഡോളിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. ഡോൾഫിനുമായി അടുത്തിടപഴകുന്നതിന് തനിക്ക് നിയന്ത്രണമൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും അതിനാൽ ഡോളി വളരെ വേഗം തൻ്റെ സുഹൃത്തായതായും മാൽക്കം പറഞ്ഞു. തനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഡോളിയെന്നും അദ്ദേഹം പറഞ്ഞു. തുടക്കത്തിൽ ഡോളിയെ താൻ നിരുത്സാഹപ്പെടുത്തിയിരുന്നതായും എന്നാൽ അതൊരു സ്ത്രീയാണെങ്കിൽ താൻ ഇതേ വാദങ്ങളും ഒഴിവുകഴിവുകളും പറയുമായിരുന്നോ എന്ന് ചിന്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രണയം തുടങ്ങി 9 മാസത്തിനു ശേഷം പാർക്ക് അടച്ചുപൂട്ടി. ഡോൾഫിനെ മറ്റൊരിടത്തേക്ക് മാറ്റി. ഇത് തന്നെ കടുത്ത വിഷാദത്തിലേക്ക് തള്ളിവിട്ടു. 5 വർഷത്തോളം സമയമെടുത്താണ് താൻ വിഷാദരോഗത്തിൽ നിന്ന് പുറത്തെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു.